നമ്മളിന്ന് നിങ്ങളുടെ കയ്യിലുള്ള പഠന സാമഗ്രികൾ നോക്കുകയാണെങ്കിൽ ഈ പ്രശ്നപരിഹാരം അഥവാ പ്രോബ്ലം സോൾവിംഗ് ഉണ്ടല്ലോ, അതിലെ ചില അടിസ്ഥാന ചിന്താരീതികളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. എങ്ങനെയാണ് നമ്മളൊക്കെ പ്രശ്നങ്ങളെ കാണുന്നത്, ഒരു പരിഹാരം കണ്ടെത്തുന്നത്, അതിലേക്ക് നയിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട സൈദ്ധാന്തിക വഴികൾ അതൊന്ന് ആഴത്തിൽ നോക്കാം. പലപ്പോഴും നമ്മളൊരു പ്രശ്നം പരിഹരിക്കും, പക്ഷേ ആ പരിഹാരത്തിലേക്ക് എത്തിയത് എങ്ങനെയാണെന്ന് നമ്മൾ അത്ര ഓർത്തിരിക്കില്ല, അല്ലേ? ശരിയാണ്. ആ പ്രോസസ്സ്, ആ ചിന്താ പ്രക്രിയ അത്ര ശ്രദ്ധിക്കില്ല. അതെ. അപ്പോൾ ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും ഈ പാരമ്പരാഗത സമീപനങ്ങൾ, ട്രഡീഷണൽ അപ്രോച്ചസ് എന്ന് പറയില്ലേ, അതുപോലെ അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഗെസ്റ്റാൾട്ട് സമീപനങ്ങൾ, ഗെസ്റ്റാൾട്ട് അപ്രോച്ചസ്, ഇവ തമ്മിൽ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് നോക്കാം. നമുക്ക് ആദ്യം ഈ ട്രഡീഷണൽ അപ്രോച്ചിൽ നിന്നും തുടങ്ങാം. ഇത് ഒരു പക്ഷേ നമുക്ക് കുറച്ചുകൂടി എളുപ്പം മനസ്സിലാവുന്ന ഒന്നായിരിക്കും, മുൻപ് പഠിച്ച കാര്യങ്ങൾ വെച്ച് പ്രശ്നം പരിഹരിക്കുന്നത്. അതെ അതെ. ഈ കാഴ്ചപ്പാടനുസരിച്ച് ശരിക്കും പ്രശ്നപരിഹാരം നടക്കുന്നത് അസോസിയേറ്റീവ് ലേണിംഗ് വഴിയാണ്. അതായത് നമ്മൾ മുൻപ് പഠിച്ച ചില കാര്യങ്ങൾ, ഒരു സാഹചര്യം, അതിനോടുള്ള നമ്മുടെ ഒരു പ്രതികരണം, സ്റ്റിമുലസ് റെസ്പോൺസ് എന്ന് പറയില്ലേ, ആ ബന്ധങ്ങൾ പുതിയ പ്രശ്നങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്നു. ഓഹോ. ഒരു വഴിക്ക് പോയപ്പോൾ വിജയം കിട്ടിയെങ്കിൽ, റീഇൻഫോഴ്സ്മെന്റ് കിട്ടിയെങ്കിൽ, ആ വഴിക്ക് വീണ്ടും നമ്മൾ പോകും. പരാജയപ്പെട്ട വഴികൾ, എക്സ്റ്റിങ്ഷൻ സംഭവിച്ചാൽ അത് നമ്മൾ ഒഴിവാക്കും, ഒരു ശീലം പോലെ. അപ്പോ നമ്മുടെ പഴയ അനുഭവങ്ങളാണ് അവിടെ താരം. അതെ, മുൻപരിചയം വളരെ പ്രധാനമാണ്. എന്നാൽ ഈ ഗെസ്റ്റാൾട്ട് രീതി, ഗെസ്റ്റാൾട്ട് അപ്രോച്ച്, ഇത് കുറച്ചുകൂടി വേറെയാണല്ലോ. അവരെന്തിലാണ് കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത്? ഗെസ്റ്റാൾട്ട് ചിന്തകർ നോക്കുന്നത് പ്രശ്നത്തിന്റെ മൊത്തത്തിലുള്ള ഒരു ഘടന, അതിന്റെ സ്ട്രക്ചർ മനസ്സിലാക്കുന്നതിലാണ്. പിന്നെ അതിലെ ഭാഗങ്ങളെ പുതിയ രീതിയിലൊന്ന് പുനഃക്രമീകരിക്കുക, റീഅറേഞ്ച്മെന്റ് ഓഫ് ഒബ്ജക്ട്സ് എന്ന് പറയും. പുനഃക്രമീകരണം. അതെ, അവര് പറയുന്നത് വെറുതെ പഴയ കാര്യങ്ങൾ ആവർത്തിച്ചാൽ ചിലപ്പോൾ പ്രശ്നം തീരില്ല. ആ പ്രശ്നത്തെ പുതിയൊരു രീതിയിൽ കാണണം. കോഹ്ലറുടെ പരീക്ഷണം ഓർമ്മയില്ലേ, കുരങ്ങുകളുടെ? പെട്ടികളും വടികളുമൊക്കെ വെച്ചിട്ടുള്ളത്. അതെ, ആ പഴമെത്താൻ വേണ്ടിയിട്ട് കൂട്ടിലുള്ള സാധനങ്ങൾ പല രീതിയിൽ ഉപയോഗിച്ച് അവസാനം അതിനേക്ക് ഒരുമിപ്പിച്ച് ഒരു പുതിയ വഴി കണ്ടെത്തുന്നത്, അത് ഈ പുനരക്രമീകരണത്തിന് നല്ല ഉദാഹരണമാണ്. അപ്പോ ഈ പുതിയ രീതിയിൽ കാണുക എന്ന് പറഞ്ഞില്ലേ, അതാണോ ഈ ഇൻസൈറ്റ് എന്ന് പറയുന്നത്, ഉൾക്കാഴ്ച? അതെ, കൃത്യം. പല വഴിക്കും നോക്കി പരാജയപ്പെട്ട് പെട്ടെന്ന് ആഹാ ഇങ്ങനെ ചെയ്താൽ മതിയല്ലോ എന്ന് തലയിലൊരു ബൾബ് കത്തുന്ന പോലെ, അതാണ് ഇൻസൈറ്റ്. ഓക്കെ. ഇത് വെറുതെ പഴയതോർക്കുന്നതല്ല. വെർധൈമർ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ രണ്ടു തരം ചിന്തകളെപ്പറ്റി പറയുന്നുണ്ട്. ഒന്ന് റീപ്രൊഡക്റ്റീവ് തിങ്കിങ്, പുനരുൽപാദന ചിന്ത. അത് നമ്മൾ നേരത്തെ പറഞ്ഞ ട്രഡീഷണൽ രീതി പോലെയാണ്, മുൻപ് പഠിച്ചത് അതുപോലെ ഉപയോഗിക്കുന്നു. ശരി. എന്നാൽ രണ്ടാമത്തേതാണ് പ്രധാനം, പ്രൊഡക്റ്റീവ് തിങ്കിങ്, സർഗാത്മക ചിന്ത. പ്രൊഡക്റ്റീവ് തിങ്കിങ്. അതെ, ഇതിനാണ് ഈ പറഞ്ഞ ഇൻസൈറ്റ്, ഉൾക്കാഴ്ച, ക്രിയാത്മകത ഒക്കെ വേണ്ടത്. ഇവിടെ നമ്മൾ പ്രശ്നത്തെ അതിന്റെ ഘടനയോട് മനസ്സിലാക്കി ആവശ്യമെങ്കിൽ അതിനെ ഒന്ന് റീസ്ട്രക്ചർ ചെയ്യും, പുതിയ രീതിയിൽ മാറ്റിയെടുക്കാൻ നോക്കും. ഈ പ്രൊഡക്റ്റീവ് തിങ്കിങ്ങിന്റെ പ്രാധാന്യം അത് കാണിക്കുന്ന നല്ലൊരു ഉദാഹരണമാണല്ലോ ആ 9 ഡോട്ട് പ്രോബ്ലം. 9 കുത്തുകൾ. അതെ, 3 നിരയായിട്ട് 9 കുത്തുകൾ. പെൻസിൽ എടുക്കാതെ 4 നേർരേഖ കൊണ്ട് എല്ലാത്തിനെയും യോജിപ്പിക്കണം. ഞാനടക്കം പലരും ആദ്യം ശ്രമിക്കുന്നത് ആ കുത്തുകൾ ചേർന്ന ഒരു സമചതുരമില്ലേ, അതിനകത്ത് തന്നെ വരച്ചു തീർക്കാനായിരിക്കും. അതെ, അവിടെയാണ് നമ്മൾ അറിയാതെ ഒരു അതിർവരമ്പുണ്ടാക്കുന്നത്. ആ കുത്തുകൾക്ക് പുറത്തേക്ക് വര പോകാൻ പാടില്ലാന്ന് നമ്മളങ്ങ് തീരുമാനിക്കും. ശരിയാണ്. പറ്റുമ്പോഴാണ്, അതായത് ആ വരകൾക്ക്, ആ സാങ്കല്പിക ചതുരത്തിന് പുറത്തേക്ക് പോകാമെന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഉൾക്കാഴ്ച വരുന്നത്, പരിഹാരം കിട്ടുന്നത്. അത് ശരി. അപ്പോ ആ പ്രശ്നത്തെ റീസ്ട്രക്ചർ ചെയ്യുകയാണ് അവിടെ. അതെ, പ്രശ്നത്തെ മാനസികമായി പുനഃക്രമീകരിക്കാണ്. അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞാൽ പ്രശ്നപരിഹാരം എങ്ങനെ നടക്കുന്നു എന്ന് വിശദീകരിക്കാൻ ശ്രമിച്ച രണ്ട് പ്രധാനപ്പെട്ട ആദ്യകാല ചിന്താരീതികളാണ് നമ്മളിപ്പോൾ സംസാരിച്ചത്. ഒന്ന്, പഴയ അനുഭവങ്ങളെയും പഠനങ്ങളെയും ഒക്കെ ആശ്രയിക്കുന്ന പാരമ്പരാഗത രീതി, ട്രഡീഷണൽ അപ്രോച്ച്. അതെ. 2, പ്രശ്നത്തിന്റെ ഘടന, അതിന്റെ സ്ട്രക്ചർ നോക്കി അതിനെ പുതിയ രീതിയിൽ റീഅറേഞ്ച് ചെയ്ത് ഇൻസൈറ്റിലൂടെ പരിഹാരം കാണുന്ന ഗെസ്റ്റാൾട്ട് രീതി, ഗെസ്റ്റാൾട്ട് അപ്രോച്ച്. ഇവ രണ്ടും ഈ വിഷയത്തിലെ വളരെ അടിസ്ഥാനപരമായ കാര്യങ്ങളാണല്ലേ? തീർച്ചയായും. ഇതിന്റെ മുകളിലാണ് പിന്നീട് പല സിദ്ധാന്തങ്ങളും വന്നിട്ടുള്ളത്. അപ്പോ ഒരു പ്രശ്നം വരുമ്പോൾ ഏത് രീതിയാണ് നല്ലത് എന്ന് നമ്മൾ എങ്ങനെയാ തീരുമാനിക്കുക? ചിലപ്പോ പഴയ രീതി മതിയായിരിക്കും, ചിലപ്പോ പുതിയത് വേണ്ടിവരും. അത് ആ പ്രശ്നത്തിന്റെ സ്വഭാവം പോലെയിരിക്കും. ചില സാധാരണ പ്രശ്നങ്ങൾക്ക് പഴയ വഴികൾ മതിയാവും.
പക്ഷേ പുതിയതോ സങ്കീർണമായതോ ആയ പ്രശ്നങ്ങൾക്ക് ചിലപ്പോൾ ഈ പ്രൊഡക്റ്റീവ് തിങ്കിങ് വേണ്ടിവരും. അതെ, പ്രൊഡക്റ്റീവ് തിങ്കിങ് വേണ്ടിവരും. അപ്പോ ഈ ചർച്ച നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾക്കും ഒന്ന് ആലോചിക്കാൻ വേണ്ടി ഒരു കാര്യം പറയാം. നിങ്ങളുടെ മുന്നിലേക്ക് അടുത്തതായിട്ടൊരു വെല്ലുവിളി വരുമ്പോൾ എപ്പോഴാണ് നിങ്ങളുടെ പഴയ അനുഭവങ്ങൾ, ആ റീപ്രൊഡക്റ്റീവ് തിങ്കിങ് ഉപയോഗിക്കേണ്ടത്? എപ്പോഴാണ് കുറച്ചുകൂടി മാറി ചിന്തിക്കേണ്ടത്? ഒരുപക്ഷെ ആ 9 കുത്തുകൾക്ക് പുറത്തേക്ക് വരയ്ക്കാൻ ശ്രമിക്കേണ്ടത്. അതായത് പ്രൊഡക്റ്റീവ് തിങ്കിങ് എപ്പോഴാണ് വേണ്ടതെന്ന് തിരിച്ചറിയുന്നത്. അത് നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കാനുള്ള കഴിവിനെ എങ്ങനെ മെച്ചപ്പെടുത്തും? ഇതൊന്നാലോചിച്ച് നോക്കൂ. വളരെ നല്ലൊരു ചിന്തയാണ്. ഈ സമീപനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നത് തീർച്ചയായും പ്രായോഗികമായി ഉപകാരപ്പെടും. നമ്മൾ മനുഷ്യരെങ്ങനെയാണ് ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നത്? അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? ഇത് മനസ്സിലാക്കാൻ കമ്പ്യൂട്ടറുകൾ നമ്മളെ എങ്ങനെ സഹായിക്കുന്നുവെന്ന് നമുക്കൊന്ന് നോക്കാം. നിങ്ങളുടെ കയ്യിലുള്ള ആ പ്രശ്നപരിഹാരവും കമ്പ്യൂട്ടർ സിമുലേഷനും എന്നതിലെ ചില കാര്യങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം പ്രധാന ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഈ മനഃശാസ്ത്രത്തിൽ കമ്പ്യൂട്ടർ സിമുലേഷൻ്റെ പ്രാധാന്യം, പിന്നെ ഈ ജനറൽ പ്രോബ്ലം സോൾവർ GPS എന്നൊക്കെ പറയുന്ന ചില മോഡലുകളില്ലേ, അതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കുക എന്നതാണ്. അപ്പോൾ മനുഷ്യൻ്റെ ചിന്താരീതികളെ അതുപോലെ ഉണ്ടാക്കാൻ കമ്പ്യൂട്ടർ പ്രോഗ്രാംസ് ഉപയോഗിക്കുന്നത് അതെങ്ങനെയാണ് ഗവേഷകർക്ക് സഹായകമായത്? നമുക്ക് വിശദമായിട്ട് നോക്കാം അല്ലേ? ആദ്യം തന്നെ ഈ ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് അഥവാ വിവരവിശകലനം, കമ്പ്യൂട്ടർ സിമുലേഷൻ, ഇതിനെക്കുറിച്ച് പറയാം. അതായത് മനുഷ്യർ ചെയ്യുന്ന ഒരു ജോലി അത് ചെയ്യാൻ കമ്പ്യൂട്ടറിനെ പഠിപ്പിക്കുന്നു. എന്നിട്ട് കമ്പ്യൂട്ടർ അത് ചെയ്യുന്നതെങ്ങനെ, മനുഷ്യൻ ചെയ്യുന്നതെങ്ങനെ, ഇത് തമ്മിൽ താരതമ്യം ചെയ്യുക. ഇത് നമ്മൾ ഈ പ്രശ്നപരിഹാരത്തെ കാണുന്ന രീതിയെ തന്നെ ഒരുപാട് മാറ്റിയിട്ടുണ്ട്, ശരിയല്ലേ? തീർച്ചയായും ശരിയാണ്. ഈ ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് കാഴ്ചപ്പാട് വന്നതോടെയാണ് പ്രശ്നപരിഹാരം എന്നത് ഒരു ഒറ്റ സ്റ്റെപ്പല്ല എന്ന് മനസ്സിലായത്. അതിൽ പല കാര്യങ്ങളും വരുന്നുണ്ട്. നമ്മൾ ചുറ്റുമുള്ള വിവരങ്ങൾ ശ്രദ്ധിക്കുന്നു, രജിസ്റ്റർ ചെയ്യുന്നു എന്ന് പറയില്ലേ, ആ കിട്ടിയ വിവരങ്ങളിൽ നമ്മൾ ചില മാറ്റങ്ങൾ വരുത്തുന്നു, ഓപ്പറേറ്റ്, മോഡിഫൈ അല്ലെങ്കിൽ ട്രാൻസ്ഫോം ചെയ്യുന്നു. പിന്നെ ഓർമ്മയിൽ നിന്ന്, അതായത് ലോങ് ടേം മെമ്മറിയിൽ നിന്ന് പഴയ കാര്യങ്ങൾ, ഫാക്ച്വൽ അറിവ്, പ്രൊസീജറൽ അറിവ് ഒക്കെ എടുക്കുന്നു, റിട്രീവൽ എന്ന് പറയും. ഓഹോ. രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ വലിയ പ്രശ്നങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ തുടക്കത്തിൽ കിട്ടിയ വിവരം ഇടയ്ക്കിടെ ഓർമ്മയിൽ സൂക്ഷിക്കുകയും വീണ്ടും എടുക്കുകയും ചെയ്യേണ്ടി വരും. ഇതൊക്കെ ഒരു ഓർഡറിൽ നടന്നാലേ കാര്യമുള്ളൂ. ശരിയാണ്, ഒക്കെ ഒരു ചിട്ടയ്ക്ക് നടക്കണം. അതെ. അപ്പോ ഈ ഒരു ചിന്താഗതി വെച്ച് വന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ആദ്യകാല തിയറിയാണ് 1958 വന്നത്. ന്യൂവൽ, ഷാ, സൈമൺ എന്നിവരുടെ ജനറൽ പ്രോബ്ലം സോൾവർ, GPS എന്ന് പറയും. GPS. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അത് മനുഷ്യന്റെ ചിന്തയെ മാതൃകയാക്കാൻ ശ്രമിച്ചു, ചില പ്രത്യേകതകളോടെ. അതായത് നമുക്ക് ഒരു സമയം കുറച്ചു കാര്യങ്ങളെ ഓർക്കാൻ പറ്റൂ, ലിമിറ്റഡ് കപ്പാസിറ്റി വർക്കിംഗ് മെമ്മറി. എന്നാൽ നമ്മുടെ ഓർമ്മയുടെ സ്റ്റോർ റൂം വലുതാണ്, ലാർജ് കപ്പാസിറ്റി ലോങ് ടേം മെമ്മറി. ശരിയാണ്. പിന്നെ നമ്മൾ ഒരു സമയം ഒരു കാര്യത്തിലെ ശ്രദ്ധിക്കൂ, ഒരു സീരിയൽ പ്രോസസർ പോലെ. അതെ, മൾട്ടി ടാസ്കിംഗ് അത്ര എളുപ്പമല്ല. പിന്നെ എല്ലാ കണക്കുകൂട്ടലും നടത്തി ഉത്തരം കണ്ടുപിടിക്കുന്ന അൽഗോറിതംസിന് പകരം നമ്മൾ ചില കുറുക്കുവഴികൾ ഉപയോഗിക്കും, ഹ്യൂറിസ്റ്റിക്സ്. ഹ്യൂറിസ്റ്റിക്സ്, അതാണ് പ്രധാനം. എല്ലാ വഴിയും നോക്കാതെ ഏറ്റവും സാധ്യതയുള്ള വഴി നോക്കുക. ശരിക്കും ഈ ഹ്യൂറിസ്റ്റിക്സ് അവരെങ്ങനെ കണ്ടുപിടിച്ചു എന്നറിയുമോ? അതെങ്ങനെയാണ്? അവർ ആളുകളോട് ഒരു പ്രശ്നം കൊടുത്തിട്ട് അത് സോൾവ് ചെയ്യുമ്പോൾ മനസ്സിൽ വരുന്നത് മുഴുവൻ ഉറക്കെ പറയാൻ പറഞ്ഞു. വെർബൽ പ്രോട്ടോകോൾ എന്ന് പറയും. അത് റെക്കോർഡ് ചെയ്ത് അനലൈസ് ചെയ്തപ്പോഴാണ് ഈ പൊതുവായി ഉപയോഗിക്കുന്ന തന്ത്രങ്ങൾ അല്ലെങ്കിൽ ഹ്യൂറിസ്റ്റിക്സ് അവർക്ക് കിട്ടിയത്. ഓഹോ, അത് കൊള്ളാമല്ലോ. അപ്പോ ഈ GPS അനുസരിച്ച് ഒരു പ്രശ്നം കിട്ടിയാൽ നമ്മൾ അതിനെ ഒരു പ്രോബ്ലം സ്പേസ് ആയിട്ടാണ് കാണുന്നത്. ഒരു മാപ്പ് പോലെ വിചാരിച്ചോ. അതിൽ ഓരോ നോഡും നമ്മൾ ആ പ്രശ്നത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കുന്ന ഓരോ അവസ്ഥയാണ്, സ്റ്റേറ്റ് ഓഫ് നോളജ്. ശരി. നമ്മൾ തുടങ്ങുന്നത് പ്രാരംഭ അവസ്ഥയിൽ, ഇനിഷ്യൽ സ്റ്റേറ്റ്, ലക്ഷ്യം, ഗോൾ സ്റ്റേറ്റ്. ഇതിനിടയിലൂടെ പോകാൻ ചില വഴികളുണ്ട്. അതാണ് ഓപ്പറേറ്റേഴ്സ്, ഒരവസ്ഥയിൽ നിന്ന് അടുത്തതിലേക്ക് പോകാനുള്ള അനുമതിയുള്ള വഴികൾ. അതായത് പ്രശ്നം പരിഹരിക്കുക എന്ന് പറഞ്ഞാൽ ഈ ഓപ്പറേറ്ററുകൾ ഉപയോഗിച്ച് തുടങ്ങിയിടത്തുനിന്ന് ലക്ഷ്യത്തിലേക്കൊരു വഴി കണ്ടുപിടിക്കുക. അതെ, ഒരു കൺസ്ട്രക്റ്റീവ് സെർച്ച് വഴി നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ GPS-ൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഹ്യൂറിസ്റ്റിക് ഏതാണ്? അതാണ് മീൻസ് എൻഡ് അനാലിസിസ്. മീൻസ് ആൻഡ് അനാലിസിസ് കേട്ടിട്ടുണ്ട്. ഇതിന്റെ പ്രധാന ആശയം എന്താന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ എവിടെ നിൽക്കുന്നു, പ്രസന്റ് സ്റ്റേറ്റ്, എവിടെ എത്തണം എന്ന് നോക്കുക,
എന്നിട്ട് ആ വ്യത്യാസം, ആ ദൂരം എങ്ങനെ കുറയ്ക്കാമെന്ന് നോക്കുന്ന പ്രവർത്തനങ്ങൾ, ഓപ്പറേഷൻസ് അല്ലെങ്കിൽ മാർഗങ്ങൾ, മീൻസ് കണ്ടുപിടിക്കുക. ഓക്കെ, വ്യത്യാസം കുറയ്ക്കാൻ ശ്രമിക്കുക. അതെ, അതിന് ചില സ്റ്റെപ്പുകളുണ്ട്. 1. ലക്ഷ്യം, ഗോൾ സെറ്റ് ചെയ്യുക. 2. ഇപ്പോഴത്തെ അവസ്ഥയും ലക്ഷ്യവും തമ്മിലുള്ള വ്യത്യാസം, ഡിഫറൻസ് കാണുക. 3. ആ വ്യത്യാസം കുറയ്ക്കാൻ പറ്റിയ ഒരു ഓപ്പറേറ്റർ കണ്ടെത്തുക. 4. ആ ഓപ്പറേറ്റർ പ്രയോഗിക്കുന്നത് ഒരു ചെറിയ ലക്ഷ്യമായി, ഒരു സബ് ഗോളായി സെറ്റ് ചെയ്യുക. 5. ആവശ്യമെങ്കിൽ ആ സബ് ഗോൾ നേടാൻ വീണ്ടും ഈ മീൻസ് ആൻഡ് അനാലിസിസ് തന്നെ ഉപയോഗിക്കുക. അതായത് ഒരു വലിയ പ്രശ്നത്തെ ചെറിയ ചെറിയ ലക്ഷ്യങ്ങളാക്കി മാറ്റുന്നു. കറക്റ്റ്. നിങ്ങളുടെ കയ്യിലുള്ള ലേഖനത്തിലെ ഉദാഹരണം ഓർമ്മയില്ലേ? ഒരു ചതുരത്തിന്റെ 2 വശങ്ങൾ തുല്യമാണെന്ന് തെളിയിക്കണം. അതിന് നേരിട്ടുള്ള വഴിയില്ലെങ്കിൽ 2 ത്രികോണങ്ങൾ തുല്യമാണെന്ന് തെളിയിക്കാൻ നോക്കുക. അതൊരു സബ് ഗോളാണ്. അതിനും ചിലപ്പോൾ വേറെ സബ് ഗോളുകൾ വേണ്ടിവരും. അങ്ങനെ എളുപ്പത്തിലെത്താൻ പറ്റുന്ന ഒരിടം വരെ ഇതിങ്ങനെ തുടരും. ശരി ശരി. അപ്പോ ഈ മീൻസ് ആൻഡ് അനാലിസിസ്, പിന്നെ ഡിഫറൻസ് റിഡക്ഷൻ, വർക്കിംഗ് ബാക്ക്വേർഡ്സ്, ഇതൊക്കെ മിക്ക പ്രശ്നങ്ങൾക്കും ഉപയോഗിക്കാവുന്ന തന്ത്രങ്ങളാണ് അല്ലേ? അതെ, പൊതുവായ തന്ത്രങ്ങൾ എന്ന് പറയാം. GPS അല്ലാതെ വിക്കൽ ഗ്രേൻ എന്നൊരാളും ഈ പ്രശ്നപരിഹാരത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് രീതിയിൽ തന്നെ. ഉണ്ട്. വിക്കൽ ഗ്രേനും പ്രശ്നത്തെ സമാനമായിട്ടാണ് കണ്ടത്. 3 കാര്യങ്ങൾ: പ്രാരംഭാവസ്ഥ, ലക്ഷ്യം, ഗോൾ സ്റ്റേറ്റ്, പിന്നെ അതിനിടയിലുള്ള പ്രവർത്തനങ്ങൾ, ഓപ്പറേഷൻസ്. അദ്ദേഹം ഇതിനൊരു ഡയഗ്രം വെച്ച് കാണിച്ചു. സ്റ്റേറ്റ് ആക്ഷൻ ട്രീ. സ്റ്റേറ്റ് ആക്ഷൻ ട്രീ, അതായത് ഒരു മരം പോലെ. അതെ, ഓരോ നോഡും ഓരോ അവസ്ഥ, ഓരോ ശിഖരവും ആ അവസ്ഥയിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന ഓരോ പ്രവർത്തനം. താഴോട്ടു പോകുന്തോറും കൂടുതൽ കൂടുതൽ വഴികൾ വരും. ഓഹോ, സാധ്യതകൾ കൂടിക്കൂടി വരും. അതെ, അപ്പോ ഈ ട്രീയിലൂടെ എങ്ങനെ ശരിയായ വഴി കണ്ടുപിടിക്കാം, അതിനാണ് വിക്കൽ ഗ്രേൻ 7 പൊതുതന്ത്രങ്ങൾ പറഞ്ഞത്. 7 എണ്ണമോ? ഏതൊക്കെയാണത്? എല്ലാം വിശദീകരിക്കുന്നില്ല, എന്നാലും പ്രധാനപ്പെട്ടവ: 1. ഇൻഫറൻസ് അഥവാ അനുമാനം. 2. ക്ലാസിഫിക്കേഷൻ ഓഫ് ആക്ഷൻ സീക്വൻസസ്. 3. സ്റ്റേറ്റ് ഇവാലുവേഷൻ ആൻഡ് ഹിൽ ക്ലൈംബിംഗ്, അതായത് ഓരോ അവസ്ഥയെയും വിലയിരുത്തി ലക്ഷ്യത്തിലേക്ക് അടുപ്പിക്കുന്ന വഴി തിരഞ്ഞെടുക്കുക. ഹിൽ ക്ലൈംബിംഗ്, മല കയറുന്നതുപോലെ. ഏകദേശം. ലക്ഷ്യത്തിലേക്ക് അടുക്കുന്നെന്ന് തോന്നുന്ന വഴിക്ക് പോവുക. പിന്നെ സബ് ഗോൾസ്, നമ്മൾ നേരത്തെ പറഞ്ഞ ഉപലക്ഷ്യങ്ങൾ. കോൺട്രഡിക്ഷൻ, അതായത് ഒരു വഴി തെറ്റാണെന്ന് തെളിയിക്കാൻ നോക്കുക. വർക്കിംഗ് ബാക്ക്വേർഡ്, ലക്ഷ്യത്തിൽ നിന്നും പുറകോട്ട് ചിന്തിക്കുക. പിന്നെ 7ാമത്തത് ഫൈൻഡിംഗ് റിലേഷൻസ് ബിറ്റ്വീൻ പ്രോബ്ലംസ്, പഴയ പ്രശ്നങ്ങളും പുതിയതും തമ്മിൽ ബന്ധമുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, ഇതൊക്കെ കേൾക്കുമ്പോൾ സങ്കീർണമായ പ്രശ്നങ്ങളെ സമീപിക്കാൻ ഒരുപാട് ടൂൾസ് ഉള്ളതുപോലെ തോന്നുന്നു. ശരിക്കും അതൊരു ടൂൾ കിറ്റ് തന്നെയാണ്, ചിന്തിക്കാനുള്ള ഉപകരണങ്ങൾ. അപ്പോ ചുരുക്കി പറഞ്ഞാൽ, ഈ GPS പോലുള്ള കമ്പ്യൂട്ടർ സിമുലേഷനുകൾ നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നതിനെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കാൻ സഹായിച്ചു. പ്രശ്നങ്ങളെ ചെറിയ ഭാഗങ്ങളാക്കുന്നതും ലക്ഷ്യങ്ങൾ വയ്ക്കുന്നതും സാധ്യമായ വഴികളിലൂടെ പോകുന്നതുമൊക്കെ അതിനൊരു ഘടന നൽകി. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നമ്മുടെ മനസ്സ് എത്ര ചിട്ടയോടെയാണ്, എന്നാൽ അതേസമയം എത്ര ഫ്ലെക്സിബിളായിട്ടാണ് ഈ വെല്ലുവിളികളെ നേരിടുന്നതെന്ന് കാണിച്ചു തരുന്നു അല്ലേ? അനാലിസിസ്, വർക്കിംഗ് ബാക്ക്വേർഡ്, സബ് ഗോൾസ് ഉണ്ടാക്കുന്നത്, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ബോധവാന്മാരായാൽ അത് നമ്മുടെയൊക്കെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ, പഠനത്തിലോ ജോലിയിലോ ഒക്കെ വരുന്ന പ്രശ്നങ്ങൾ, അതിനെയൊക്കെ സമീപിക്കുന്ന രീതിയെ തന്നെ മാറ്റാൻ സഹായിച്ചേക്കില്ലേ? ഒരു പ്രശ്നം വരുമ്പോൾ ഓക്കെ, ഇവിടെ ഏത് രീതി ഉപയോഗിക്കാം, ലക്ഷ്യത്തിൽ നിന്ന് പുറകോട്ട് ചിന്തിച്ചാലോ അതോ ചെറിയ ലക്ഷ്യങ്ങൾ വെക്കണോ എന്നാലോചിക്കുന്നത് ചിലപ്പോ പുതിയൊരു വഴി കാണിച്ചു തരും. ശരിയാണ്. വെറുതെ വിഷമിച്ചിരിക്കാതെ പ്രശ്നത്തെ നേരിടാൻ ഒരു പ്ലാൻ ഉണ്ടാക്കാൻ ഇത് സഹായിക്കും. വളരെ രസകരമായ ഒരു ചർച്ചയായിരുന്നു. ഒരു പ്രശ്നം നമ്മുടെ മുന്നിൽ വരുമ്പോൾ നമ്മുടെ മനസ്സ് എങ്ങനെയാണ് ശരിക്കും അതിനൊരു ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്നത്? നമ്മുടെ കയ്യിലുള്ള ഈ നോട്ട്സ് നോക്കുമ്പോൾ ഇത് കോഗ്നിറ്റീവ് സയന്റിസ്റ്റായ ആലൻ ന്യൂവെല്ലിന്റെ ആശയങ്ങളിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. അദ്ദേഹത്തിന്റെ സിദ്ധാന്തം പറയുന്നത് ഇതൊരു ഒരു വഴി കണ്ടുപിടിക്കുന്ന പോലത്തെ പരിപാടിയാണ് എന്നാണ്, അല്ലേ? അതായത് നമ്മൾക്ക് പരിചയമില്ലാത്തൊരു വലിയ കെട്ടിടത്തിൽ കയറിയിട്ട് നമുക്ക് പോകേണ്ട ഒരു പ്രത്യേക റൂം തപ്പിപ്പിടിക്കാൻ ശ്രമിക്കുന്ന പോലെ. അത് വളരെ ശരിയാണ്. ന്യൂവെല്ലും പിന്നെ ഹെർബർട്ട് സൈമണും കൂടി ചേർന്നുണ്ടാക്കിയ ഒരു ആശയമാണത്. പ്രോബ്ലം സ്പേസ് ഹൈപ്പോത്തസിസ്, മലയാളത്തിൽ പറഞ്ഞാൽ പ്രശ്നപരിഹാരത്തിനായുള്ള ഒരു ഇടം. ആ ഒരു സിദ്ധാന്തം
പ്രോബ്ലം സ്പേസ് ഹൈപ്പോത്തസിസ്. അതെ, ഏതൊരു പ്രശ്നപരിഹാര ശ്രമവും ശരിക്കും ഒരു വലിയ പ്രോബ്ലം സ്പേസ് അല്ലെങ്കിൽ ആ പ്രശ്നപരിഹാര ഇടത്തിൽ ശരിയായ വഴി തേടുന്ന ഒരു പ്രോസസ്സാണെന്നാണ് ഈ സിദ്ധാന്തം പറയുന്നത്. നമുക്ക് കിട്ടിയ ഈ നോട്ട്സ് വെച്ചിട്ട് ഈ പ്രോബ്ലം സ്പേസ് എന്താണെന്ന് കുറച്ചുകൂടെ വിശദമായിട്ട് നോക്കാം. ശരി. അപ്പൊ ഈ പ്രോബ്ലം സ്പേസ് എന്ന് പറയുമ്പോൾ അതിന് ചില ഘടകങ്ങളുണ്ടല്ലേ? ഒരു തുടക്കം, പിന്നെ ഒരു ലക്ഷ്യം, അതിനിടയിലുള്ള കുറേ വഴികൾ, അങ്ങനെ എന്തൊക്കെയോ? അതെ, ന്യൂവല്ലിന്റെ ആ ഒരു മോഡൽ അനുസരിച്ച് നോക്കിയാൽ ഓരോ പ്രശ്നത്തിനും 3 പ്രധാന ഭാഗങ്ങളുണ്ട്. ഒന്ന് ഇനീഷ്യൽ സ്റ്റേറ്റ്, അതായത് തുടക്കത്തിലെ അവസ്ഥ. തുടക്കം, നമ്മൾ എവിടെയാണോ തുടങ്ങുന്നത് അത്. അതെ, നമ്മൾ പ്രശ്നം പരിഹരിക്കാൻ തുടങ്ങുന്ന ആ പോയിന്റ്. മറ്റേ കെട്ടിടത്തിന്റെ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ആ കെട്ടിടത്തിന് പുറത്തു നിൽക്കുന്ന അവസ്ഥ. 2 ഗോൾ സ്റ്റേറ്റ്, ലക്ഷ്യസ്ഥാനം. ഓക്കെ, നമ്മൾക്ക് ഈ എവിടെയാണോ എത്തേണ്ടത്, ആ ഫൈനൽ ഡെസ്റ്റിനേഷൻ. അതെ, നമ്മൾ എത്താൻ ആഗ്രഹിക്കുന്ന ആ അന്തിമമായ പരിഹാരം അല്ലെങ്കിൽ ആ അവസ്ഥ, കെട്ടിടത്തിലെ ആ പ്രത്യേക മുറി. പിന്നെ മൂന്നാമത്തത് ഇന്റർമീഡിയറ്റ് സ്റ്റേറ്റ്സ്, ഇടയിലുള്ള അവസ്ഥകൾ. ആ, തുടക്കത്തിൽ നിന്ന് ലക്ഷ്യത്തിലേക്ക് പോകുന്ന വഴിയിലുള്ള ഓരോ സ്റ്റെപ്പുകൾ. കൃത്യം, തുടക്കത്തിൽ നിന്ന് ലക്ഷ്യത്തിലേക്ക് എത്താൻ നമ്മൾ കടന്നുപോകുന്ന ഓരോരോ ഘട്ടങ്ങൾ. ആ കെട്ടിടത്തിന്റെ ഉള്ളിലെ ഓരോ ഇടനാഴിയും ഓരോ റൂമുമൊക്കെ ഓരോ ഇന്റർമീഡിയറ്റ് സ്റ്റേറ്റുകളാണ്. ഓക്കെ, അപ്പോ ഈ സ്റ്റേറ്റുകളിലൂടെ നമ്മളിങ്ങനെ മുന്നോട്ട് പോകണമല്ലോ. ഇനീഷ്യൽ സ്റ്റേറ്റിൽ നിന്ന് അടുത്തതിലേക്ക്, പിന്നെ അതിൽ നിന്ന് അടുത്തതിലേക്ക്, അങ്ങനെ ഗോൾ സ്റ്റേറ്റ് വരെ. അപ്പോ അതെങ്ങനെയാ? അവിടെയാണ് ഈ ഓപ്പറേറ്റേഴ്സ് വരുന്നത്, അല്ലേ? അതെ, അതാണ് അടുത്ത സംഗതി. ഓപ്പറേറ്റേഴ്സ്. ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരവസ്ഥയിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറാൻ നമ്മളെ സഹായിക്കുന്ന പ്രവൃത്തികളാണ്. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ. അതെ, നമ്മൾ എടുക്കുന്ന ഓരോ ആക്ഷൻസ്. ആ കെട്ടിടത്തിന്റെ ഉദാഹരണത്തിൽ തന്നെ ഇടത്തോട്ട് തിരിയുക, ഒരു വാതിൽ തുറക്കുക, പടികൾ കയറുക, ഇതൊക്കെ ഓരോ ഓപ്പറേറ്ററുകളാണ്. ശരി. ഒരു സ്റ്റേറ്റിൽ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പല ഓപ്പറേറ്ററുകൾ ഉണ്ടാവാം. ആ, അതായത് ഒരു വഴിത്തിരിവിലെത്തുമ്പോ ഇടത്തോട്ടും പോകാം, വലത്തോട്ടും പോകാം. രണ്ടും ഓപ്പറേറ്ററുകളാണ്. അതെ, ഈ ഓപ്പറേറ്ററുകൾ ഉപയോഗിച്ച് സാധ്യമായ എല്ലാ സ്റ്റേറ്റുകളിലൂടെയും സഞ്ചരിച്ച് ആ ഇനീഷ്യൽ സ്റ്റേറ്റിൽ നിന്ന് ഗോൾ സ്റ്റേറ്റിലേക്ക് എത്താൻ പറ്റുന്ന എല്ലാ വഴികളും ചേർന്നതാണ് ഈ പറയുന്ന മുഴുവൻ പ്രോബ്ലം സ്പേസ്. എന്റെ ദൈവമേ, അപ്പൊ ഈ പ്രോബ്ലം സ്പേസ് എന്ന് പറയുന്നത് ഭയങ്കര വലുതായിരിക്കുമല്ലോ. ഒരുപാട് വഴികളും സാധ്യതകളുമൊക്കെ ഉണ്ടാവും. തീർച്ചയായും, മിക്ക പ്രശ്നങ്ങൾക്കും ഈ പ്രോബ്ലം സ്പേസ് വളരെ വലുതായിരിക്കും. അപ്പൊ പിന്നെ എല്ലാ വഴികളും ഇങ്ങനെ ഓരോന്നായിട്ട് പരീക്ഷിച്ചു നോക്കാൻ നമുക്ക് പറ്റില്ലല്ലോ. അതിനുള്ള സമയമോ അല്ലെങ്കിൽ നമ്മുടെ തലച്ചോറിന് അതിനുള്ള കഴിവോ ഉണ്ടാവില്ല. അവിടെയാണ് അടുത്ത പ്രധാന പോയിന്റ് വരുന്നത്. നമ്മൾ എല്ലാ വഴികളും നോക്കില്ല, പകരം നമ്മൾ ചില കുറുക്കുവഴികൾ ഉപയോഗിക്കും. ആ, അതാണ് ഈ ഹ്യൂറിസ്റ്റിക് മെത്തേഡ്സ്, ഹ്യൂറിസ്റ്റിക് രീതികൾ എന്ന് പറയുന്നത്. അതെ, ഹ്യൂറിസ്റ്റിക്സ്. എല്ലാ സാധ്യതകളും പരിശോധിക്കുന്നതിന് പകരം ലക്ഷ്യത്തിലേക്കെത്താൻ കൂടുതൽ സാധ്യതയുണ്ടെന്ന് നമുക്ക് തോന്നുന്ന വഴികൾ തിരഞ്ഞെടുക്കാൻ സഹായിക്കുന്ന ചില തന്ത്രങ്ങൾ അല്ലെങ്കിൽ റൂൾ ഓഫ് തമ്പ്. എളുപ്പവഴികൾ. അതെ, ഇതെപ്പോഴും 100% ശരിയായ ഉത്തരം തരണമെന്നില്ല. പക്ഷേ മിക്കവാറും സന്ദർഭങ്ങളിൽ ഇത് പ്രശ്നപരിഹാരം വേഗത്തിലാക്കാനും എളുപ്പമാക്കാനും സഹായിക്കും. നമ്മുടെ ഈ നോട്ട്സിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഹ്യൂറിസ്റ്റിക് ആണ് മീൻസ് എൻഡ് അനാലിസിസ്. മീൻസ് എൻഡ് അനാലിസിസ്, ലക്ഷ്യമാർഗ വിശകലനം. ഇത് നമ്മൾ സാധാരണ ചെയ്യുന്ന ഒരു കാര്യം പോലെയുണ്ടല്ലോ. അതെ, നമ്മൾ അറിയാതെ തന്നെ ഒരുപാട് ഉപയോഗിക്കുന്ന ഒന്നാണിത്. അതായത് നമ്മളിപ്പോ എവിടെ നിൽക്കുന്നു, നമുക്ക് എവിടെ എത്തണം എന്ന് നോക്കുക, എന്നിട്ട് ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് മനസ്സിലാക്കുക. ആ വ്യത്യാസം കുറയ്ക്കാൻ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഓപ്പറേറ്റർ ഏതാണോ അത് ചെയ്യുക. അങ്ങനെ പടിപടിയായി ലക്ഷ്യത്തിലേക്ക് അടുക്കുക, അല്ലേ? അതെ, ഓരോ സ്റ്റെപ്പിലും ലക്ഷ്യവുമായുള്ള ദൂരം കുറയ്ക്കാൻ ശ്രമിക്കുക. ആ വ്യത്യാസം ഇല്ലാതാക്കുന്ന ഓപ്പറേഷൻ തിരഞ്ഞെടുക്കുക. പക്ഷേ ഈ ഹ്യൂറിസ്റ്റിക്സ്, ഈ എളുപ്പവഴികൾ നമ്മൾ ചിലപ്പം വഴിതെറ്റിക്കില്ലേ? എളുപ്പമെന്ന് കരുതി പോയ വഴി ചിലപ്പോൾ ലക്ഷ്യത്തിലെത്തിക്കാതെ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി എത്തിച്ചാലോ? അതിനുള്ള സാധ്യതയുണ്ട്. അതുതന്നെയാണ് ഹ്യൂറിസ്റ്റിക്സിന്റെ ഒരു പ്രധാന പരിമിതി. ചിലപ്പോ ഏറ്റവും എളുപ്പമെന്ന് തോന്നുന്ന വഴി നമ്മളെ തെറ്റായ ഉത്തരത്തിലേക്ക് നയിക്കാം, അല്ലെങ്കിൽ ഏറ്റവും നല്ല ഉത്തരത്തിലേക്ക് എത്താതെ പോവാം. അതോടൊപ്പം തന്നെ നമ്മുടെ ചിന്താശേഷിക്കും ചില പരിമിതികളുണ്ട്. അതിനെയാണ് കോഗ്നിറ്റീവ് സിസ്റ്റം ലിമിറ്റ്സ് എന്ന് പറയുന്നത്. വൈജ്ഞാനിക വ്യവസ്ഥയുടെ പരിമിതികൾ. അതായത് നമ്മുടെ ഓർമ്മശക്തി, ശ്രദ്ധ, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതെ, പ്രത്യേകിച്ചും നമ്മുടെ വർക്കിംഗ് മെമ്മറി. അതായത് ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് മനസ്സിൽ സൂക്ഷിക്കാൻ പറ്റുന്ന വിവരങ്ങളുടെ അളവ്, അത് വളരെ പരിമിതമാണ്.
അതുപോലെ ശ്രദ്ധിക്കാനുള്ള കഴിവ്, വിവരങ്ങൾ പ്രോസസ്സ് ചെയ്യാനുള്ള സ്പീഡ്, ഇതിനെല്ലാം ലിമിറ്റ്സ് ഉണ്ട്. അപ്പോ ഈ പരിമിതികൾ ഉള്ളതുകൊണ്ടാണോ നമ്മൾ ഈ ഹ്യൂറിസ്റ്റിക്സ് പോലുള്ള കുറുക്കുവഴികളെ കൂടുതൽ ആശ്രയിക്കുന്നത്? എല്ലാ കാര്യങ്ങളും ഓർത്തുവെച്ച് അനലൈസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്? ഒരു പ്രധാന കാരണം അതാണ്. ആ വലിയ പ്രോബ്ലം സ്പേസിലെ എല്ലാ വഴികളും ഓർത്തുവെക്കാനും ഓരോന്നിൻ്റെയും ഗുണദോഷങ്ങൾ വിലയിരുത്താനും നമ്മുടെ കോഗ്നിറ്റീവ് സിസ്റ്റത്തിന് പലപ്പോഴും സാധിക്കില്ല. അപ്പോൾ നമ്മൾ കാര്യങ്ങൾ സിംപ്ലിഫൈ ചെയ്യാൻ ഹ്യൂറിസ്റ്റിക്സ് ഉപയോഗിക്കുന്നു. ശരി. ഈ നോട്ട്സില് ന്യൂവൽ പറയുന്ന വേറൊരു ആശയം കൂടിയുണ്ട്. നോളജ് ലെവൽ, അറിവിന്റെ തലം. അതെന്താണ്? അത് ഈ ഹ്യൂറിസ്റ്റിക്സ് തെരഞ്ഞെടുക്കുന്നതുമായി എങ്ങനെയാ ബന്ധപ്പെട്ടിരിക്കുന്നത്? അത് കുറച്ചുകൂടി അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ളൊരു ആശയമാണ്. നോളജ് ലെവൽ എന്ന് ന്യൂവൽ ഉദ്ദേശിക്കുന്നത് ഒരു വ്യക്തിയുടെ പെരുമാറ്റത്തെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കുന്നു എന്നതിനെക്കുറിച്ചാണ്. അതായത് ഒരാൾ ഒരു കാര്യം ചെയ്യുന്നത് എന്തുകൊണ്ട് എന്ന് നമ്മൾ വിശദീകരിക്കുന്നത് അയാൾക്ക് ചില ലക്ഷ്യങ്ങൾ, ഗോൾസ് ഉണ്ടെന്നും ആ ലക്ഷ്യങ്ങൾ നേടാൻ ഇന്ന പ്രവൃത്തികൾ സഹായിക്കുമെന്നുള്ള ചില വിശ്വാസങ്ങൾ, ബിലീഫ്സ് അയാൾക്കുണ്ടെന്നും അനുമാനിച്ചുകൊണ്ടാണ്. ഓക്കെ. ലളിതമായി പറഞ്ഞാൽ നമ്മുടെ അറിവ്, നോളേജ് എന്നത് ലക്ഷ്യങ്ങൾ നേടാനുള്ള ഒരു ഉപാധിയാണ് എന്നാണ് ഈ ലെവലിൽ നമ്മൾ കാണുന്നത്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ ഓപ്പറേറ്റേഴ്സ് ഹ്യൂറിസ്റ്റിക്സ്, അതിലേത് തിരഞ്ഞെടുക്കണം എന്ന് തീരുമാനിക്കാൻ നമ്മൾ നമ്മുടെ അറിവിനെയും വിശ്വാസങ്ങളെയും ആശ്രയിക്കുന്നു. ഈ ഓപ്പറേറ്റർ ഉപയോഗിച്ചാൽ ഗോൾ സ്റ്റേറ്റിലേക്ക് എത്താൻ സാധ്യതയുണ്ട് എന്ന നമ്മുടെ അറിവ് അല്ലെങ്കിൽ വിശ്വാസം ആണ് ആ ഓപ്പറേറ്റർ തിരഞ്ഞെടുക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാല് ഏത് ഹ്യൂറിസ്റ്റിക് ഉപയോഗിക്കണം അല്ലെങ്കിൽ ഏത് ഓപ്പറേറ്റർ തിരഞ്ഞെടുക്കണം എന്നൊക്കെയുള്ള തീരുമാനം വരുന്നത് നമ്മുടെ കയ്യിലുള്ള ഈ അറിവിൽ നിന്നാണോ? അതെ. ആത്യന്തികമായി പ്രശ്നപരിഹാരമെന്നത് സാധ്യമായ പ്രവൃത്തികളിൽ ഒന്ന് തിരഞ്ഞെടുക്കലാണല്ലോ. ആ തിരഞ്ഞെടുപ്പിനെ നയിക്കുന്നത് നമ്മുടെ അറിവാണ്. അതാണ് നോളജ് ലെവൽ എന്ന ആശയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൊള്ളാം. അപ്പോ ഇതെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ ന്യൂവെല്ലിന്റെ ഈ ഒരു സമീപനം പ്രശ്നപരിഹാരത്തെ കാണുന്നത് ഒരു തരം ചിട്ടയായ പ്രക്രിയയായിട്ടാണ്. തോന്നിയ പോലെയല്ല കാര്യങ്ങൾ നടക്കുന്നത്. ശരിയാണ്. ക്രമരഹിതമായി തോന്നാമെങ്കിലും അതിനൊരു ഘടനയുണ്ട്. അതായത് നമ്മളൊരു പ്രശ്നം കിട്ടുമ്പോൾ ഒരു പ്രോബ്ലം സ്പേസിലൂടെയാണ് സഞ്ചരിക്കുന്നത്. അതിന് കൃത്യമായ തുടക്കമുണ്ട്, ഇനിഷ്യൽ സ്റ്റേറ്റ്, ലക്ഷ്യമുണ്ട്, ഗോൾ സ്റ്റേറ്റ്. ഇതിനിടയിൽ നമ്മൾ ചില നിയമങ്ങൾ അല്ലെങ്കിൽ പ്രവൃത്തികൾ, ഓപ്പറേറ്റേഴ്സ് ഉപയോഗിച്ച് മുന്നോട്ടു പോകുന്നു. ഈ വഴികൾ മുഴുവൻ നോക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ചില എളുപ്പവഴികൾ, ഹ്യൂറിസ്റ്റിക്സ് ഉപയോഗിക്കുന്നു. അതിന് നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ കയ്യിലുള്ള അറിവാണ്, നോളജ് ലെവൽ. ഇതെല്ലാം നടക്കുന്നത് നമ്മുടെ തലച്ചോറിന്റെ ചില പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ്. അതെ, കൃത്യമായി പറഞ്ഞു. ഇതാണ് ന്യൂവലിന്റെ പ്രോബ്ലം സ്പേസ് ഹൈപ്പോത്തസിസിന്റെ ഒരു രത്നചുരുക്കം. ഒരു ഫ്രെയിംവർക്ക് അല്ലെങ്കിൽ ഒരു കാഴ്ചപ്പാട് മനസ്സിലാക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ജീവിതത്തിൽ എങ്ങനെയാണ് പ്രശ്നങ്ങളെ നേരിടുന്നത്, തീരുമാനങ്ങൾ എടുക്കുന്നതെന്നൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ സഹായിക്കും. ശരിയാണ്. നമ്മൾ പോലും അറിയാതെ നമ്മുടെ തലച്ചോറ് ഈ പറഞ്ഞ സ്റ്റെപ്പുകളിലൂടെയൊക്കെ കടന്നു പോകുന്നുണ്ടാവും, അല്ലേ? അപ്പോൾ ഇനി നിങ്ങൾ അടുത്ത തവണ ഒരു ചെറിയ കടങ്കഥയ്ക്ക് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുമ്പോഴോ അല്ലെങ്കിൽ ചിലപ്പോൾ ഓഫീസിലെ വലിയൊരു പ്രശ്നത്തിന് പരിഹാരം കാണാൻ ശ്രമിക്കുമ്പോഴോ ഒന്ന് സ്വയം നിരീക്ഷിച്ചു നോക്കൂ. നിങ്ങളുടെ മനസ്സിലെ ആ പ്രോബ്ലം സ്പേസ് എങ്ങനെയായിരിക്കും? നിങ്ങൾ അറിയാതെ തന്നെ ഏതൊക്കെ ഓപ്പറേറ്റേഴ്സാണ് ഉപയോഗിക്കുന്നത്, ഏതൊക്കെ ഹ്യൂറിസ്റ്റിക്സ് ആണ് നിങ്ങളെ സഹായിക്കുന്നത്? നമ്മളീ പറഞ്ഞ മീൻസ് ആൻഡ് അനാലിസിസ് ഒക്കെ എപ്പോഴും ശരിയായ വഴി തന്നെയാണോ കാണിച്ചു തരുന്നത്? അതോ ചിലപ്പോഴൊക്കെ കൂടുതൽ നല്ല വഴികൾ കാണാതെ പോകാൻ ഈ കുറുക്കുവഴികൾ കാരണമാവുന്നുണ്ടോ? ഇതൊക്കെ ഒന്ന് ആലോചിച്ചു നോക്കുന്നത് രസകരമായിരിക്കും, അല്ലേ? തീർച്ചയായും. നമ്മുടെ ചിന്തകളെക്കുറിച്ച് തന്നെ ചിന്തിക്കുന്നത് എപ്പോഴും ഇൻട്രസ്റ്റിംഗ് ആണല്ലോ. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് നിങ്ങൾ പങ്കുവച്ച ഒരു ലേഖനത്തെക്കുറിച്ചാണ്. പ്രശ്നപരിഹാരം ഒരു മാതൃകയായി, പുതിയ കാഴ്ചപ്പാടുകൾ. അതെ. അതിലെ ഒരു പ്രധാനപ്പെട്ട ആശയം പ്രോബ്ലം സോൾവിംഗ് ആസ് മോഡലിംഗ്. അതായത് ഈ പ്രശ്നപരിഹാരത്തെ നമ്മളൊരു മോഡൽ ഉണ്ടാക്കുന്ന പണിയായിട്ട് കാണുന്നു. ഇത് നമ്മൾ സാധാരണ ചിന്തിക്കുന്നതിൽ നിന്ന് ശകലം വ്യത്യസ്തമാണല്ലേ? തീർച്ചയായും. അപ്പോൾ ഇതിന്റെ ഒരു കാതൽ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഏതൊരു പ്രശ്നം പരിഹരിക്കാൻ നോക്കുമ്പോഴും ശരിക്കും ചെയ്യുന്നത് ആ ഒരു പ്രത്യേക സിറ്റുവേഷന് അതിനു വേണ്ട ഒരു കേസ് മോഡൽ മനസ്സിലുണ്ടാക്കുകയാണ്. കേസ് മോഡൽ, ഓക്കെ. നമ്മൾ ഈ ലോകത്തെ അറിയുന്നത് നമ്മുടെ അറിവിലൂടെയാണല്ലോ.
അപ്പോൾ നമ്മുടെ ലക്ഷ്യം എന്തായിരിക്കണം? ഈ ലോകത്തെക്കുറിച്ചുള്ള നമ്മുടെ അറിവിനെ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു നിലയിലേക്ക് എത്തിക്കുക. അതാണ് ലക്ഷ്യം. ആ അപ്പോൾ ഈ കേസ് മോഡൽ എന്ന് പറയുന്നത് ആ പ്രശ്നത്തെക്കുറിച്ചുള്ള നമ്മുടെ ഒരു ധാരണ അതിനെ മൊത്തത്തിൽ കാണിക്കുന്ന ഒന്നാണ്. ഒരു മിനിറ്റ്. അപ്പൊ നമ്മൾ സാധാരണ ചെയ്യുന്ന കാര്യങ്ങൾ, ഈ പ്രവൃത്തികൾ, ആക്ഷൻസ് എന്ന് പറയുന്നില്ലേ, പ്രശ്നം പരിഹരിക്കാൻ നമ്മൾ എന്തൊക്കെയോ ചെയ്യുമല്ലോ, അതിവിടെ എവിടെ വരും? നല്ല ചോദ്യം. ശരിക്കും അവിടെയാണ് ഈ കാഴ്ചപ്പാടിന്റെ ഒരു പ്രധാന വ്യത്യാസം വരുന്നത്. ഇവിടെ പ്രവൃത്തികളെ കാണുന്നത് നമ്മൾ ലോകവുമായിട്ട് ഒന്ന് ഇന്ററാക്ട് ചെയ്യാനുള്ള അല്ലെങ്കിൽ വിവരം ശേഖരിക്കാനുള്ള വഴികളായിട്ടാണ്. ഓഹോ. അതായത് നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്യുന്നു. എന്തിനാ? ഒന്നുകിൽ നമ്മുടെ മനസ്സിലുള്ള ആ മോഡൽ, ആ ധാരണ ശരിയാണോന്ന് നോക്കാൻ, അല്ലെങ്കിൽ ആ മോഡലിനെ കുറച്ചുകൂടി നന്നാക്കാൻ, അതിലേക്ക് വേണ്ട ഇൻഫർമേഷൻ കിട്ടാൻ. ശരി ശരി. അപ്പോൾ ഈ പ്രവൃത്തികൾ സ്വയം ഒരു ലക്ഷ്യമല്ല, അത് നമ്മുടെ ആ മോഡൽ ഉണ്ടാക്കുന്ന പ്രോസസ്സിലെ ഒരു റിസോഴ്സ് മാത്രമാണ്. അവസാനം നമുക്ക് വേണ്ടത് ലക്ഷ്യം കിട്ടിയെന്ന് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു നല്ല മോഡലാണ്. ഓക്കെ, അപ്പോൾ ഈ മോഡൽ ഉണ്ടാക്കുന്ന പരിപാടി അതെങ്ങനെയാണ്? അതിന് വല്ല ഘടകങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഉണ്ട്. പ്രധാനമായിട്ടും 2 തരം മോഡലുകളെക്കുറിച്ചാണ് ലേഖനത്തിൽ പറയുന്നത്. ഒന്ന് ഡൊമെയ്ൻ മോഡൽ, പിന്നെ ടാസ്ക് മോഡൽ. ഡൊമെയ്ൻ മോഡൽ, ടാസ്ക് മോഡൽ. ഓക്കെ, എന്താണ് ഡൊമെയ്ൻ മോഡൽ? ഡൊമെയ്ൻ മോഡൽ എന്ന് പറഞ്ഞാൽ ആ ഒരു വിഷയം, ആ ഒരു ഏരിയ, അതിനെക്കുറിച്ചുള്ള നമ്മുടെ അറിവ്, അത് വെറും ഫാക്ട്സ് മാത്രമല്ല, ആ വിവരങ്ങൾ തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള നമ്മുടെ ചില അനുമാനങ്ങൾ, അസംഷൻസ്, അതും ചേർന്നതാണ്. ഒരു ഉദാഹരണം പറയാമോ? ഇപ്പോ ഒരു സിറ്റിയെക്കുറിച്ച് നമുക്കുള്ള അറിവ്, ഏതൊക്കെ റോഡുണ്ട്, എവിടെയൊക്കെ പ്രധാന സ്ഥലങ്ങളുണ്ട് എന്നുള്ള ഫാക്ട്സ് ഉണ്ടാവും. അതോടൊപ്പം ഇന്ന വഴിയിൽ ബ്ലോക്ക് ഉണ്ടാവാം, അല്ലെങ്കിൽ ഇത് എളുപ്പ വഴിയാണ് എന്നൊക്കെയുള്ള നമ്മുടെ ചില ഊഹങ്ങൾ. ശരിയാണ്. അതെ, അതെല്ലാം ചേർന്നതാണ് ആ സിറ്റിയെക്കുറിച്ചുള്ള നമ്മുടെ ഡൊമെയ്ൻ മോഡൽ. ഓക്കെ, മനസ്സിലായി. അപ്പോൾ ടാസ്ക് മോഡലോ, അതെന്താണ്? ടാസ്ക് മോഡൽ എന്ന് പറയുന്നത് നമ്മൾ എന്താണ് നേടാൻ നോക്കുന്നത്, അതായത് നമ്മുടെ ലക്ഷ്യം, ആ ലക്ഷ്യത്തിന്റെ അർത്ഥം എന്താണ് എന്നതിനെക്കുറിച്ചുള്ള നമ്മുടെ അനുമാനങ്ങളാണ്. ലക്ഷ്യത്തെക്കുറിച്ചുള്ള അനുമാനങ്ങളോ? അതെ. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു ഡോക്ടർ രോഗം കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നു, ഡയഗ്നോസ്റ്റിക് ടാസ്ക്. ആ ഡോക്ടറുടെ മനസ്സിലൊരു അനുമാനമുണ്ടാവും. ഈ രോഗം എന്ന് പറയുന്നത് ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു കോമ്പണന്റിലായിരിക്കും ഉണ്ടാവുക എന്ന്. ശരിയാണ്. ആ അനുമാനം ആ ടാസ്ക് മോഡലിന്റെ ഭാഗമാണ്. കാരണം രോഗം കണ്ടുപിടിച്ചു എന്നെപ്പോഴാ പറയാൻ പറ്റുക? ഒരു പ്രത്യേക ഭാഗത്തെ പ്രശ്നം തിരിച്ചറിയുമ്പോഴാണ്. അപ്പോ ലക്ഷ്യം നേടി എന്ന് പറയാനുള്ള മാനദണ്ഡം എന്താണ്, അത് തീരുമാനിക്കുന്ന അനുമാനങ്ങളാണ് ടാസ്ക് മോഡലിൽ ഉള്ളത്. അപ്പം ഡൊമെയ്ൻ മോഡലുണ്ട്, വിഷയത്തെക്കുറിച്ചുള്ള അറിവും ഊഹങ്ങളും. ടാസ്ക് മോഡലുണ്ട്, ലക്ഷ്യത്തെക്കുറിച്ചുള്ള ഊഹങ്ങൾ. ഇവ രണ്ടും കൂടി എങ്ങനെയാണ് ഒരുമിച്ച് പ്രവർത്തിക്കുന്നത്? അതാണോ പ്രശ്നപരിഹാര രീതി? അതെ, അവിടെയാണ് പ്രോബ്ലം സോൾവിംഗ് മെത്തേഡ് വരുന്നത്. ഈ മെത്തേഡ് എന്താ ചെയ്യുന്നത്? നമ്മുടെ കയ്യിലുള്ള ഡൊമെയ്ൻ മോഡലും ടാസ്ക് മോഡലും വെച്ചിട്ട് എങ്ങനെ ആ ടാസ്ക് പൂർത്തിയാക്കാം, അതായത് ലക്ഷ്യത്തിലെത്താം എന്ന് പറയുന്നു. ഓക്കെ. ഇതിന് സപ്പോർട്ട് ചെയ്യുന്നൊരു തിയറിയുണ്ട്, കോമ്പിറ്റൻസി തിയറി. അതെ, അതായത് ഈ പ്രത്യേക പ്രോബ്ലം സോൾവിംഗ് മെത്തേഡ് ഉപയോഗിച്ചാൽ അതിന്റെ കയ്യിലുള്ള ഈ മോഡലുകളും അനുമാനങ്ങളുമൊക്കെ വെച്ച് എന്ത് കണ്ടുപിടിക്കാൻ കഴിയും, അതിന്റെ കോമ്പിറ്റൻസ് എന്താണ് എന്ന് ഈ തിയറി പറയും. ഒരു ഉദാഹരണം പറഞ്ഞാൽ അതാണ്. അപ്പൊ ആ രീതിയുടെ കോമ്പിറ്റൻസ് അതാണ്, സാധ്യതകളെ ചുരുക്കി ഉത്തരം കണ്ടെത്താനുള്ള കഴിവ്. ശരി. ഇതിൽ യുക്തിക്ക്, റാഷണാലിറ്റിക്ക് വല്ല സ്ഥാനവുമുണ്ടോ? അതോ വെറുതെ ഇങ്ങനെ മോഡലുണ്ടാക്കി അനുമാനങ്ങളുണ്ടാക്കി പോയാൽ മതിയോ? തീർച്ചയായും ഉണ്ട്. ഈ കോമ്പിറ്റൻസി തിയറി തന്നെ ഒരു തരത്തിലുള്ള റാഷണാലിറ്റി, ഒരു യുക്തിസഹമായ പ്രവർത്തന രീതി പറയുന്നുണ്ട്. അതെങ്ങനെയാണ്? നേരത്തെ പറഞ്ഞ ഹ്യൂറിസ്റ്റിക് ക്ലാസിഫിക്കേഷൻ രീതിയുടെ കാര്യമെടുക്കാം. അതിന്റെ ലക്ഷ്യമെന്താ? കുറേ സാധ്യതകളിൽ നിന്ന് ശരിയായതിലേക്ക് എത്തണം. അപ്പൊ അതിന്റെ യുക്തി എന്തായിരിക്കും? കയ്യിലുള്ള അറിവും മാർഗങ്ങളും വെച്ച് ആ സാധ്യതകളുടെ എണ്ണം, സൈസ് ഓഫ് ദി ഡിഫറൻഷ്യൽ, എത്രയും പെട്ടെന്ന് കുറയ്ക്കാൻ നോക്കുക എന്നതായിരിക്കും. അതായത് ഏറ്റവും എഫിഷ്യന്റ് ആയിട്ട് ലക്ഷ്യത്തിലെത്താൻ നോക്കുക. അതെ. അതിനെ ഒരു സ്പെഷ്യലൈസ്ഡ് പ്രിൻസിപ്പിൾ ഓഫ് റാഷണാലിറ്റി എന്ന് പറയാം. ഓരോ പ്രോബ്ലം സോൾവിംഗ് മെത്തേഡിന്റെയും പ്രവർത്തന രീതിക്ക് പിന്നിൽ ഇങ്ങനെ ഒരു യുക്തിയുണ്ടാവും. എന്തുകൊണ്ട് ആ മെത്തേഡ് അങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ആ യുക്തിയാണ്. ഓക്കെ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ കാഴ്ചപ്പാടനുസരിച്ച് പ്രശ്നപരിഹാരം എന്ന് പറയുന്നത് പണ്ടത്തെ പോലെ ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് പരിപാടിയല്ല,
KDSലൊക്കെ പറഞ്ഞിരുന്ന പോലെ. അല്ല. അല്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്യണം എന്നിങ്ങനെ ആലോചിച്ച് തീരുമാനിക്കുന്ന രീതിയുമല്ല. ന്യൂവലൊക്കെ പറഞ്ഞ പോലത്തെ നോളജ് ലെവൽ തിയറിയുമല്ല. അതുമല്ല. മോഡൽ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സുമല്ല, കോമ്പണൻസ് ഓഫ് എക്സ്പെർട്ടീസിൽ പറയുന്ന പോലെ. അല്ല. മറിച്ച് ഇത് ശരിക്കും ഒരു അറിവ് ഓർഗനൈസ് ചെയ്യുന്ന പ്രക്രിയയാണ്. എന്തിനു വേണ്ടി? ലക്ഷ്യം സാധ്യമായി, ടാസ്ക് പൂർത്തിയായി എന്ന് നമുക്ക് ഉറപ്പിക്കാൻ അല്ലെങ്കിൽ അനുമാനിക്കാൻ പറ്റുന്ന തരത്തിലുള്ള അസംഷൻസ് ഉണ്ടാക്കാൻ വേണ്ടി. ആ അസംഷൻസ് ഉപയോഗിച്ച് ഒരു വ്യക്തമായ ചിത്രം, ഒരു കേസ് മോഡൽ ഉണ്ടാക്കുക. അതാണ് പ്രധാനം. നമ്മൾ ലോകവുമായിട്ട് ഇടപെടുന്നത്, ആക്ഷൻസ് എടുക്കുന്നത് ഒക്കെ ഈ മോഡൽ ഉണ്ടാക്കാൻ നമ്മളെ സഹായിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ്. അപ്പോൾ വിജയകരമായ പ്രശ്നപരിഹാരം എന്ന് പറഞ്ഞാൽ ശരിക്കും ശരിയായ അനുമാനങ്ങൾ ഉണ്ടാക്കാനും അതിൻ്റെ ഒരു പ്രത്യാഘാതം എന്തായിരിക്കും മനസ്സിലാക്കാനുള്ള കഴിവാണ്. കൃത്യമായി. എക്സാക്ട്ലി. അനുയോജ്യമായ ഒരു കേസ് മോഡൽ ഉണ്ടാക്കുക. അതാണ് കോർ ഐഡിയ. ലോകവുമായിട്ടുള്ള ഇന്ററാക്ഷൻ അതിനൊരു ഹെൽപ്പ് മാത്രം. വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാട്. അപ്പോൾ ഈ മോഡലിംഗ് കാഴ്ചപ്പാടനുസരിച്ച് നമ്മൾ പ്രശ്നം പരിഹരിക്കുമ്പോൾ ഫോക്കസ് ചെയ്യേണ്ടത് പുറത്തുള്ള കാര്യങ്ങളെക്കാൾ നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ധാരണയെ, ആ മോഡലിനെ പണിയുന്നതിലാണ്. അതെ. നമ്മുടെ പ്രവൃത്തികൾ പോലും ആ മോഡലിനെ നന്നാക്കാനും ടെസ്റ്റ് ചെയ്യാനും വേണ്ടിയുള്ളതാണ്. ഇത് കേൾക്കുമ്പോൾ ഒരു ചിന്ത വരുന്നുണ്ട്. പ്രശ്നപരിഹാരം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി ശരിയായ അനുമാനങ്ങൾ ഉണ്ടാക്കലാണ് എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ അത് നമ്മുടെയൊക്കെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ, ജോലിയിലെ വെല്ലുവിളികളെയൊക്കെ സമീപിക്കുന്ന രീതിയെ എങ്ങനെ മാറ്റിയേക്കാം? അതൊരു നല്ല പോയിന്റാണ്. ഒരുപക്ഷേ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, അടുത്ത സ്റ്റെപ്പ് എന്ത് എന്നതിനെക്കുറിച്ച് ഒരുപാട് ആലോചിക്കും. അതെ. അതിനേക്കാൾ ഈ സാഹചര്യത്തിൽ ഏറ്റവും ശരിയായ അനുമാനം എന്താണ്, എന്റെ ലക്ഷ്യം എന്താണ്, അതിനെക്കുറിച്ചുള്ള എന്റെ ധാരണ ശരിയാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കേണ്ടി വരുമോ? ശരിയാണ്. ഒരുപക്ഷേ ഫോക്കസ് മാറേണ്ടത് അവിടെയായിരിക്കാം. അതെ. ചിന്തിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ബാക്കി വയ്ക്കുന്നൊരു ആശയമാണിത്.